വരം ആര്യാണ് ഒരു വൈറൽ പനിയൊക്കെ പിടിച്ചിട്ട് എഴുന്നേറ്റ് വരുന്ന വരവാട്ടോ. പനിയൊക്കെ പോയെങ്കിലും വായിക്ക് ഒട്ടും രുചിയില്ലായിരുന്നേ. അപ്പം കഞ്ഞിക്ക് കൂടത്തിൽ എന്തേലും അച്ചാറ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വീട്ടിലിരിക്കുന്ന അച്ചാറ് മുഴുവൻ തീർന്നായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും മോനെ, ഇവിടെ കപ്പളങ്ങ ഇരിപ്പുണ്ട്, അമ്മ കപ്പളങ്ങ വെച്ചിട്ടൊരു അച്ചാർ ഇട്ട് തരാമെന്ന്. എന്നാൽ ആ അച്ചാറ് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരട്ടെ. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു പാനങ്ങ് വെച്ച് അതിൻ്റെ അകത്തേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് നല്ലെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകും ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കണം. അതൊന്ന് പൊട്ടി വന്നിട്ട് അതിൻ്റെ അകത്തേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുക. അതിൻ്റെ അകത്തേക്ക് ഇനിയും വേണ്ടത് നമുക്ക് ആവശ്യത്തിലേറെ കറിവേപ്പില കേട്ടോ. നമ്മുടെ പറമ്പിൽ ഒത്തിരി ഉള്ളതുകൊണ്ട് 5 പച്ചോണം അങ്ങ് പറിച്ചിട്ടുണ്ട് കേട്ടോ. അതും അങ്ങിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. അപ്പോൾ അതവിടെ കിടന്ന് മൂക്കട്ടെ, മൂത്താൽ മതി, കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ്. നമ്മുടെ ആവശ്യത്തിന് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നോടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മുളക് പൊടി കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ, കരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കയ്പായിരിക്കും. ഇനി അതൊന്ന് മൂത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പളങ്ങ എടുത്ത് നന്നായിട്ടിട്ട് ഒന്ന് ഇളക്കി അതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അടച്ച് വെച്ച് വേവിക്കണ്ട, ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ച് ഒന്ന് ഇളക്കി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണേ. ഇത് നമ്മൾ അടച്ച് വെക്കുന്നില്ല, അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും കുഴഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് അടച്ച് വെക്കാതെ തുറന്ന് വെച്ചാണ് വേവിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ വിനാഗിരി ആഡ് ചെയ്തിട്ടില്ലായിരുന്നു, വിനാഗിരി ആഡ് ചെയ്യണം. ആവശ്യത്തിന് വിനാഗിരി കേട്ടോ, നമ്മുടെയൊക്കെ പുളിക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കണം. ഇളക്കി വെച്ചിട്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കായവാ കേട്ടോ. കായമില്ലാതെ എന്തച്ചാറ് അല്ലേ? അപ്പം നമുക്ക് ആവശ്യത്തിന് കായവും ചേർത്ത് ലാസ്റ്റ് നമ്മൾ അച്ചാറിനകത്ത് എപ്പോഴും ഇടുന്ന പോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഈ കപ്പളങ്ങ വെച്ചിട്ട് ആദ്യമായിട്ടോട്ടോ അച്ചാറിടുന്നത് ഞാൻ കാണുന്നത്. ഇവിടെ അമ്മയ്ക്ക് ഇത് കൂട്ട് ലുട്ടിലുടുക്ക് കാര്യങ്ങൾ ഉണ്ടാക്കാൻ ഭയങ്കര കഴിവ് മാത്രമല്ല, അമ്മ ഉണ്ടാക്കുന്നതിനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള കപ്പളങ്ങ വെച്ചിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചൂട് കഞ്ഞി എടുത്ത് ഈ അച്ചാറും കൂടി അങ്ങിട്ട് തിന്നുമ്പോൾ ആഹാ അന്തസ്, അടിപൊളിയായിരിക്കും. അപ്പം എനിക്ക് പണിയും പോയി, എൻ്റെ വായ്ക്ക് രുചിയും വന്നു. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ.